ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്കായിട്ടാണ് വന്നേക്കുന്നത്. തംബ്നെയിൽ കണ്ടേക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹെവി ബ്രൈഡൽ ബ്ലൗസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണണം. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് ക്യാമറ വെച്ചപ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ചിലപ്പോൾ ക്ലിയർ ആയിരിക്കില്ല, കുറച്ച് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അരി വർക്കിൽ ആണ് ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തത് നമ്മുടെ ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1 ലൈൻ കൊടുത്തിട്ട് അത് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഷുഗർ ബീഡ്, പിന്നെ 3mm ബീഡ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷുഗർ ബീഡ്. അങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റത്തെ മുകളിലത്തെ ലൈൻ ക്ലിയർ ചെയ്തെടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വീതി കൂടിയ ബോർഡർ ആയ കാരണം, പിന്നെ അവർക്ക് ഒത്തിരി ഹെവിയും വേണ്ടാന്ന് പറഞ്ഞ കാരണം നമുക്ക് ഒത്തിരി സിമ്പിളാക്കാൻ പറ്റില്ല, എങ്കിൽ ഒത്തിരി ഹെവി ആക്കാൻ പറ്റില്ല. ഹെവി ആക്കാൻ പറ്റും, പക്ഷേ കസ്റ്റമർക്ക് ഒത്തിരി ഹെവി വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഹെവി ആയി വന്നു. എന്നാലും നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് അവിടെ അങ്ങനെയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഈ ബ്ലൗസ് പീസിൻ്റെ ബോർഡർ അത്യാവശ്യം നല്ല വീതിയുള്ള ബോർഡറായിരുന്നു. ഏകദേശം ഒരു 6 ഇഞ്ച് വിട്ടാണ് ഈ ബോർഡറിന് മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് 6 ഇഞ്ച് എടുത്തിട്ടില്ല, 5 ഇഞ്ചാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ നോർമലി എനിക്കൊരു വട്ടം പറ്റിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. സാരീസ് എടുക്കുമ്പോൾ മിക്കവാറും ചിലപ്പോൾ ഈ നെയ്ത്ത് ചെയ്ത് വരുന്ന ടൈമിൽ നമ്മുടെ നമ്മൾ 1 സൈഡ് സ്ലീവ് അപ്പുറന്ന് ഇപ്പുറന്നും ഓരോന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യുക. കാരണം നോർമലി നമുക്ക് ഒരു ബ്ലൗസ് പീസ് 1 മീറ്റർ തികച്ചുണ്ടാവില്ല, പ്രത്യേകിച്ച് സാരീന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ 0.80 നമുക്ക് വരാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ 2 സൈഡിലെയും ബോർഡർ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് അടിയിൽ കട്ട് ചെയ്ത് കളയേണ്ട കാരണം, അതായത് ഫുൾ ബോർഡർ നമ്മൾ എടുക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എനിക്കൊരു വെഡ്ഡിങ് വർക്ക് ചെയ്ത ടൈമിൽ അങ്ങനെ പ്രശ്നം പറ്റിയായിരുന്നു. കാരണം 2 സൈഡിലെയും ഈ ബോർഡർ ഒരേ വിട്ടായിരുന്നില്ല, ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാലും ഞാനത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തെടുത്തു. ചെറിയ പീസ് ജോയിൻ്റൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വന്നായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം തന്നെ സ്കെയിലും നടന്നു നോക്കും. അപ്പോൾ അങ്ങനെ പ്രശ്നം വരാതിരിക്കാനും പിന്നെ 2 സൈഡിലെ സ്ലീവ്സിന് ഒരുപോലെ വരാനും കുറച്ചും കൂടി നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ എളുപ്പമാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് വീടിന് തൊട്ടപ്പുറത്ത് നെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഫുൾ വീഡിയോ ഒന്ന് കാണണേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ ഈ 3 ലെയർ കംപ്ലീറ്റ് ചെയ്ത ശേഷം 6 ആഗാണ് കൊടുത്തിട്ടുള്ളത്. 6 ആഗ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ മുകളിൽ 6 ആഗ് കൊടുത്തു, അടിയിൽ 6 ആഗ് കൊടുത്തിട്ട് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം എൻ്റെ ഒരു 2-2.5 ദിവസത്തെ ഒരു വർക്കാണ് ഈ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഫുൾ ടൈം ഇരിക്കാറില്ല, കൊച്ചുള്ള കാരണം തന്നെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കാറ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ നമുക്കടുത്ത 6 ആഗ് ലൈനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ഒരു 3 ഇഞ്ചിനടുത്ത് നമ്മൾ മുകളിലത്തെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബോർഡർ ഡിസൈൻ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പിന്നെയും 3mm തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ സ്റ്റോൺ ആണ് കേട്ടോ കൊടുക്കുന്നത്. ചെയിൻ സ്റ്റോൺ കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ 3mm വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ ഏകദേശം 3 ഇഞ്ചിനടുത്ത് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അടിയിൽ നിന്ന് ഈ ഒരു സ്പേസിൽ നമ്മൾ ബാക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അടിയിൽ നമ്മൾ ഷുഗർ ബീഡ് തന്നെയാണ് കൊടുക്കുന്നത്. ഞാൻ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ബീഡ്സ് എടുക്കുമ്പോൾ നല്ല ബീഡ്സ് നോക്കിയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ ആ ഒരു ലൈനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോൺ ചെയ്യും. ഞാൻ ഒരു 100 മീറ്ററിൻ്റെ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ള റോള്. അതുപോലെ തന്നെ ചെയിൻ സ്റ്റോൺ നെക്കിൽ ഞാൻ ചെയിൻ സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. അവർ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് നല്ല രീതിക്ക് കുറച്ചൊക്കെ മാറ്റം വരുത്തണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്കിൽ നമ്മൾ ചെയിൻ സ്റ്റോണാണ്, പക്ഷെ പെട്ടെന്ന് മനസ്സിലാവില്ല, കൊടുത്തത് ചെയിൻ സ്റ്റോണായിരുന്നു. അപ്പോൾ പിന്നെയും നമ്മൾ 6 ആഗ് തന്നെയാണ് കൊടുക്കുന്നത്. 6 ആഗ് ഞാനിതിപ്പോൾ നമ്മുടെ ആരി നീഡിൽ തന്നെ വച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ആരി നീഡിൽ മീൻസ് സ്റ്റീലിൻ്റെ അല്ല, തുളിപ്പിൻ്റെ അല്ല. എനിക്കിപ്പോൾ ഇത് കുറച്ചും കൂടി ചെയ്ത് നല്ല എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് മറ്റേതിനേക്കാളും.
കുറച്ചും കൂടി ഈസിയാണ്. കാരണം ബീഡ്സ് പെട്ടെന്ന് നമുക്ക് കോർത്തിട്ട് ചെയ്യാൻ പറ്റും. ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്ന ഷുഗർ ബീഡ് A-സ്റ്റാറിൻ്റെ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. A-സ്റ്റാറൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ബീഡ്സിൻ്റെ ഒക്കെ സൈസ് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ വന്നത് പ്രിസ്റ്റോൻ്റെ ആണ്. അത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. എന്നാലും A-സ്റ്റാറിനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെ നമ്മളിത് ഷുഗർ ബീഡും ചെയിൻ സ്റ്റോണും പിന്നെ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് പിന്നെയും അടുത്ത ലെയർ സിക്സാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിക്സാഗ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ അടിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് പിന്നെ അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് കെട്ടിട്ട് കൊടുത്താൽ പോലും ചിലപ്പോൾ പയ്യെ അത് പിന്നീട് അവിടുത്തെ ഹോൾസ് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ചില തുണികൾക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ കെട്ടി ചാടിപ്പോകുന്ന മൊത്തത്തിൽ ലൂസായി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ബാക്കി എന്തായാലും ചെയ്യുക. അതേ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ സിക്സാഗ് കൊടുത്തതിന് ശേഷം 3mm ബീഡാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെയും ചെയിൻ സ്റ്റോൺ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെയും 3mm തന്നെയാണ് നമ്മൾ വച്ച് കൊടുത്തിട്ടുള്ളത്. മുകളിൽ എങ്ങനെയാണോ സെയിം തന്നെ പോലെ നമ്മൾ ഫോളോ അപ്പ് ചെയ്താണ് ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3 കട്ട് ബീഡും പിന്നെ സീക്വൻസും വെച്ചിട്ട് ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അത് നോർമൽ ബീഡിലാണ് ഞാൻ തുന്നിപ്പോയിട്ടുള്ളത്. ഈ സെയിം തന്നെ മുകളിൽ നിന്ന്, അതായത് അടിയിൽ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും വീണ് കിടക്കുന്ന രീതിക്കാണ് നമ്മൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിനിടയ്ക്കുള്ള ഗ്യാപ്പുകൾ ഫുള്ള് നമ്മുടെ ബീഡ്സ് വെച്ചിട്ട്, അത് 4mm റൗണ്ട് ബീഡാണ്, ആ ഒരു ബീഡ് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റി. പക്ഷെ നേരിട്ട് കാണാനും നല്ല ഭംഗിയുള്ളൊരു വർക്കായിരുന്നു. ഒത്തിരി ഹെവിയും അല്ല, എങ്കിൽ ഒത്തിരി സിമ്പിളും അല്ലാത്തൊരു വർക്കാണ്. അത്യാവശ്യം ഹെവിയാണ് കാണുമ്പോൾ, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ സാരി ആണെങ്കിലും നല്ല അടിപൊളി സാരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഡിസൈനും കൂടി ജസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് ചെയ്തെടുത്തൊരു നെക്ക് ഡിസൈനായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അതും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. നമ്മൾ അതിൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് വന്നിട്ട്. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഗ്യാപ്പിലൊക്കെ ബീഡ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ അതിൻ്റെ റിപ്ലൈ തരാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പൊക്കത്ത് എന്തെങ്കിലും വച്ച് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് സ്ക്വയറിലുള്ള സ്റ്റോണായിരുന്നു. കുന്തൻ സ്റ്റോണാണ് നമ്മൾ ചൂസ് ചെയ്തത്. അത് 2 ഷേപ്പ് നമ്മൾ എടുത്തായിരുന്നു, ഒരു ഓവൽ ഷേപ്പും സ്ക്വയറും. അതിൽ എനിക്കിഷ്ടപ്പെട്ടത് കുറച്ച് സിമ്പിളായിട്ട് ചെറുതായിട്ട് നിൽക്കുന്നത് സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറാണ് നമ്മൾ വച്ച് കൊടുത്തത് കേട്ടോ. സ്ക്വയർ വച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ല എടുപ്പുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു വർക്കിന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് കാണണേ. നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഫൈനലല്ല, ഇനി കുറച്ചും കൂടി പണിയുണ്ട്. നമ്മളതിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ 4mm ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിലേക്ക് പൊക്കത്തേക്ക് നമ്മൾ കുന്തൻ സ്റ്റോണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്കും കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു സ്പേസിലൊക്കെ ഈ ഒരു 2 ഷേപ്പായിരുന്നു ഞാൻ എടുത്തത്. പക്ഷേ ഞാൻ സ്ക്വയറാണ് എന്നിട്ട് ലാസ്റ്റ് സെലക്ട് ചെയ്തത്. സ്ക്വയർ വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയില്ല. അതുപോലെ തന്നെ ഈ ഗ്യാപ്പിലൊക്കെ വയ്ക്കും, പക്ഷേ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടില്ല. അത് ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നെക്കിൻ്റെ ഡിസൈനും കൂടി നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെയും ഹാൻഡ് വർക്കിൻ്റെയൊക്കെ വീഡിയോസ് താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ കാണാം. ഇത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്ക് 1 സൈഡാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് 2 സൈഡിലും വന്നിട്ടുള്ളൊരു ഡിസൈനാണ്. ബാക്ക് ഓപ്പൺ വരുന്ന ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.